ഹലോ ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ രോഹിത്തുമായിട്ട് രേവതിക്കുട്ടി സംസാരിച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ട് മാമച്ചനെ അങ്കിളേ എന്ന് ഉറക്കെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ പിന്നെ എന്തായിട്ടും ടി വിൻ്റെ വോളിയം കുറയ്ക്കട്ടെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ശബ്ദം താഴ്ത്തി വെച്ചു കേട്ടോ. ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങിയിട്ട്. എന്നിട്ട് അപ്പോഴത്തേനും മാമച്ചൻ അവിടെ എത്തിയേ. എന്നിട്ട് ചോദിച്ചു, എന്തിനാടി എന്നെ വിളിച്ചതെന്ന് വെച്ചിട്ടോ. ശരിക്കും അപ്പോൾ വേഗം പെട്ടെന്ന് ഇവള് പറയാണ്, അങ്കിളെ അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ഞെട്ടാണ്. മാമച്ചനും അന്തം വിട്ടു, അതുപോലെ തന്നെ ഗ്രേസമ്മി അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തു പറ്റി, എങ്ങനെയാ പോയത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതിക്കുട്ടി രോഹിത്ത് പറഞ്ഞിടത്തോളം കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ അയ്യോ അതെന്തൊരു പോക്കായിപ്പോയി, നമ്മളോട് പോലും ഒന്നും പറയാണ്ട് അവൾ പോയത് ഭയങ്കര മോശമായിപ്പോയി എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി കേട്ടോ. അപ്പോൾ വേഗം രേവതിക്കുട്ടി പറഞ്ഞു, നാളെ അലീന ചേച്ചി വിളിക്കും, അപ്പോഴറിയാം എന്തെങ്കിലും കാര്യമില്ലാതെ നമ്മളോടൊന്നും പറയാതെ ചേച്ചി അത്ര പെട്ടെന്ന് പോവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേഗം ഗ്രേസമ്മ ഇങ്ങനെ ആലോചിച്ച് അവരോട് പറയാണ്, എവിടെ ഈ കൊളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലം, ഇവിടുന്ന് കുറേ ദൂരെയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേഗം രേവതിക്കുട്ടി പറയാണ്, അത് പുനരൂരിൻ്റെ അപ്പുറം ആൻറ്റി, അഞ്ചൽ വഴിയാ അങ്ങോട്ട് പോകുന്നത്. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ബ്രിജിത്താമ്മയുടെ കൂടെ. വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും നമുക്ക് അവിടെയൊക്കെ അറിയാം. അവിടുത്തെ ഒരു ഓർഫനേജിൽ പണ്ട് പോയതാ. പുനലൂരിലുണ്ട് ഒരു ഓർഫനേജ്, അഞ്ചലിലുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടുത്തെ ആരും നോക്കാനില്ലാതെ അത് പൂട്ടിപ്പോയതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിക്കുട്ടി വിശദീകരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ വേഗം മാമച്ചൻ പറയുകയാണെ, ആരോടും പറയാതെ അവൾ പോയെങ്കിൽ അതിലെന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. മാമച്ചനും ഗ്രേസമ്മയും കൂടി ഒരു സംശയം രണ്ടുപേർക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, നാളെ അറിയാലോ എന്ന് പറഞ്ഞ് അവൾ അവരെയും കൂടെ സമാധാനിപ്പിച്ചു. പിന്നെ പിറ്റേന്ന് രേവതിക്കുട്ടി മാമച്ചനുള്ള കാപ്പി എടുത്തുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും അവളുടെ സെൽഫോണിൽ ശബ്ദിച്ചു കേട്ടോ. അപ്പോൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് മാമച്ചൻ വന്നിട്ട് സിറ്റ് ഔട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം പിന്നെ ചായ മാമച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് രേവതിക്കുട്ടി പറയാണ്, അങ്കിളെ ഇത് വേഗം പിടി, അലീന ചേച്ചിയാ വിളിക്കുന്നത്, ഞാൻ വേഗം എടുക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വേഗം അവൾ ചായക്കപ്പ് മാമച്ചനെ നീട്ടിയിട്ട് ഓടി ചെന്നിട്ട് പിന്നെ അലീന ചേച്ചിയാന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുമ്പോഴത്തേനും കട്ടായിപ്പോയി കേട്ടോ. കട്ടായിപ്പോയി, പക്ഷെ കയ്യിലെടുത്ത് തിരിച്ചു വിളിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും തന്നെ അടുത്ത കോൾ വന്നു കേട്ടോ. അപ്പോൾ വേഗം ഹലോ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി കോൾ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാ മോളെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, അയ്യോ അലീന ചേച്ചി, ഞാൻ മാമച്ചനങ്ങളിന് കാപ്പി കൊടുക്കായിരുന്നു, എണീറ്റപ്പോൾ മുതൽ ചേച്ചി വിളിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നലെ രോഹിത്തേട്ടൻ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മുതൽ അലീന ചേച്ചി വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഫോണ് താഴെ വെച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കാണ് രോഹിത് വിളിച്ചിരുന്നോന്ന് ചോദിക്കാനായിട്ട്. ആ വിളിച്ചു, ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല, ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചി എവിടെയാന്ന് ചോദിക്കുകയാണെ. അപ്പോൾ കുളത്തുപുഴ, അതറിയാം, അത് രോഹിത്തേട്ടൻ പറഞ്ഞു, കുളത്തുപുഴയിൽ എവിടെയാന്ന് പറയാന്ന്. അപ്പോൾ ഞാൻ ഒരു ബെഡിൽ ഇങ്ങനെ ചാരി കിടക്കാന്ന് അലീന പറഞ്ഞു കേട്ടോ. അപ്പോൾ എണീറ്റില്ലേ? അപ്പോൾ ചേച്ചി രാവിലെ എണീറ്റു, പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ബെഡ്റൂമിൽ വന്ന് കിടക്കുക. പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ബെഡ് കോഫി റെഡി, പിന്നെ അത് ഇവിടുത്തെ ചേട്ടൻ കൊണ്ടുവന്ന് തന്നു, അത് പാതി കുടിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാന്ന് വിചാരിച്ചിട്ട് വിളിക്കുകയാണെന്ന് പറയാനിട്ട് അലീന രേവതിക്കുട്ടീനോട്. അപ്പം ചേച്ചി, ഞങ്ങൾ ആരോടും പറയാതെ പോയതിൻ്റെ ശിക്ഷ പുറകെ വരുന്നുണ്ട്, പറ വേഗം പറ ചേച്ചി, എങ്ങോട്ടാ പോയത്, എന്താ പറയാതെ പോയത്, ആരുടെ കൂടെയാ പോയതല്ല, എവിടെയാ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒരു പഴയ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഇങ്ങനെ സോഫയും AC ഒക്കെ ഉള്ളൊരു വീട്ടിലിങ്ങനെ എന്താ പറയുക, എല്ലാം ഉള്ളൊരു ബാത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉള്ളൊരു അത്ഭുത മാളികയിൽ അകപ്പെട്ടതുപോലെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അന്തം വിട്ട് കിടക്കാന്ന് പറയണേ അലീന രേവതിക്കുട്ടീനോട്. അപ്പം എൻ്റെ അലീന ചേച്ചി, ഞാനൊരു അടി വെച്ച് തരും കേട്ടോ, ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം പറ, ചേച്ചി എവിടെയാ ഉള്ളതെന്ന് പറ എന്ന് പറയണേ. അപ്പോൾ പറഞ്ഞു, എൻ്റെ മോളെ, ഞാനിപ്പോൾ ഒരു വീട്ടു തടങ്ങല്ല, ഒരു റിട്ടയർഡ് കേണല ഇവിടുത്തെ ഭരണാധികാരി, ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ അച്ഛനാ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്.
വിട്ടത്, കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് പറയണേ. അപ്പോൾ വേഗം രേവതിക്കുട്ടി ചോദിച്ചു, അതെന്തിനാ അങ്കിള് ചേച്ചിയെ ഇവിടെ കൊണ്ട് വിട്ടതെന്ന് പറയാണ്ട് പറഞ്ഞു, നീ ഒരു റിട്ടയർഡ് മേജറുടെ വീട്ടിലല്ലേ താമസം, അതിനേക്കാളും ഒരു കൂടിയ റാങ്കിലുള്ള ഒരാളുടെ വീട്ടിൽ എന്നെ നിർത്തിയേക്കാമെന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ട്. എനിക്കാണല്ലോ നിന്നെക്കാളും സീനിയോറിറ്റി, അപ്പം അതനുസരിച്ച് അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നത്. അതിങ്ങനെ ഭയങ്കര തമാശയിൽ അലീന പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഈ അലീന ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കും, ഈ കേണൽ എന്ന് പറഞ്ഞാൽ ആരാ, എന്താ അവിടെ ചെയ്യുന്നത്, ചേച്ചിക്ക് എന്താ അവിടെ ജോലി എന്ന് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ രേവതിക്കുട്ടി അലീനോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ ഒരു ജോലിയും ഇല്ല, കേണൽ ആരാണെന്ന് ഇന്നലെ വരുന്ന വഴി അടുക്കാറായപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, അപ്പോഴാണ് എനിക്കും ഒരു ഐഡിയ കിട്ടിയത് ഈ കേണൽ ആരാണെന്ന് പറയാൻ കേട്ടോ. അപ്പം ആരാന്നറിയാൻ രേവതിക്കുട്ടിക്ക് തിടുക്കായിട്ട്. അപ്പോൾ രേവതിക്കുട്ടി ആരാന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ വേഗം പറഞ്ഞു, അതെൻ്റെ സ്വന്തം പപ്പ എന്ന് പറഞ്ഞിട്ട് അലീന. അപ്പോൾ രേവതിക്കുട്ടി ശരിക്കും ഞെട്ടിപ്പോയിട്ടോ, ചേച്ചി എന്തെന്നെ ഏപ്രിൽ ഫുൾ ആക്കാണോ, അതിനിത് ഏപ്രിൽ മാസമൊന്നും അല്ലല്ലോ എന്നിങ്ങനെ രേവതിക്കുട്ടി പറയാണ്. കണ്ടോ, ഇതാ ഞാൻ പറയാതിരുന്നത്, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല, നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് ശരിക്കും പറഞ്ഞ അച്ഛൻ പറഞ്ഞ ഇന്നലെ വൈകുന്നേരം. അപ്പം എനിക്കും ശരിക്കും വിശ്വാസം വന്നില്ല, ഇവിടെ വന്നപ്പോൾ റിട്ടയർഡ് കേണലും പറഞ്ഞു നീ എൻ്റെ മകളാണെന്ന്. ഇപ്പോഴും എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല, പക്ഷേ വിശ്വസിച്ച് വരുന്നു എന്ന് പറയാൻ കേട്ടോ. അതങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കരയാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ചിരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കൊരു സംശയമുള്ളൂ, ഞാൻ നിങ്ങളുടെയൊക്കെ പഴയ അലീനയാണോ അതോ ഇതൊക്കെ ഒരു സ്വപ്നമാണോ എന്ന് എനിക്ക് തോന്നാന്ന് അലീന രേവതിക്കുട്ടീനോട് ഇങ്ങനെ വാചാലയായി പറയാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഈശ്വര അങ്ങനെ അത്ര മാത്രമായിട്ട് ശബ്ദം പുറത്തു വരുന്നുള്ളൂ രേവതിക്കുട്ടീൻ്റെ പിന്നെ ഇവിടുന്ന്. അപ്പോഴേക്കാണ് നിമിഷങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ. രേവതിക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം അലീന ചോദിക്കുകയാണ്, മോളെ നീ പോയോന്ന്. പോയി. പിന്നെ ബോംബ് സ്ഫോടനത്തിൽ തെറിച്ചു പൊങ്ങിയിട്ട് നിലത്തോട്ട് വന്നിട്ട് കാല് കുത്തുന്നതേ ഉള്ളൂ എന്ന് പറയണം. അത്രയ്ക്കും തെറ്റിദ്ധരിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ അതിശയോക്തി കലർത്തിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ഈ അലീന ചേച്ചിനെ തന്നെയാണോ വിളിച്ചത് അതോ റോങ് നമ്പർ ആണോ എന്ന് ഇപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടോ. അതാ പറഞ്ഞത്, ഇപ്പം എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലായല്ലോ എന്ന് അലീന രേവതിക്കുട്ടീനോട് പറയാണ്. ഇല്ല, ഒന്നും മനസ്സിലായില്ല, ആദ്യം മുതൽ ചേച്ചി ഒന്ന് വിസ്തരിച്ചു പറ, എന്നാലേ എനിക്ക് മനസ്സിലാവൂ എന്ന് പറയണേ. അപ്പോൾ പറഞ്ഞു, കടപ്പാട്ടൂര് വീട്ടിൽ നിന്ന് കൊളത്തുപുഴയ്ക്ക് വന്ന അന്നത്തെ ആദ്യത്തെ, അതായത് അന്ന് അവിടുന്ന് പുറപ്പെടും മുതലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് രേവതിക്കുട്ടീനോട് അലീന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പറയുന്നതിനുണ്ടെങ്കിൽ ഇവളിങ്ങനെ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരുപാട് മണിക്കൂറുകളോളം ഇവർ ഒരുമിച്ച് സംസാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അലീന ആവശ്യപ്പെട്ടിട്ട് മാമച്ചൻ്റെ കയ്യിൽ രേവതിക്കുട്ടി ഫോൺ കൊടുത്തു കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി മാമച്ചനോട് പറയാണ്, അലീന ചേച്ചിയാ അങ്കിളിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ മാമച്ചൻ ഫോൺ വാങ്ങിയിട്ട് ഹലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം അലീന പറഞ്ഞു, അങ്കിളെ പറയാതെ പോകുന്നതിന് സോറി, അങ്ങനത്തെ സാഹചര്യമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് പറയാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാതിരിക്കോ, പിണക്കൊന്നും വിചാരിക്കരുത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാമച്ചന് ഇങ്ങനെ സന്തോഷമായിട്ട് അവളത് തുറന്നു പറഞ്ഞപ്പോൾ അപ്പോൾ മാമച്ചൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു പിണക്കോ ഇല്ല, ദേഷ്യമില്ല, നീ പറഞ്ഞു എന്ന് പറയണേ. ഞാനൊരു കാര്യം പറഞ്ഞ അങ്കിള് ഞെട്ടരുത് എന്ന് പറയാൻ കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ. അപ്പം വേഗം മാമച്ചൻ പറഞ്ഞു, ഞാനും ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ, ഞാൻ അത്ര പെട്ടെന്നൊന്നും ഞെട്ടാൻ പോകുന്നില്ല, നീ പറഞ്ഞോളാൻ പറയാൻ കേട്ടോ. അപ്പോൾ പറയണ, അങ്കിളെ ഞാനിപ്പോൾ എൻ്റെ പപ്പേൻ്റെ വീട്ടിലാ. പപ്പ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം പപ്പ, അദ്ദേഹം റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാന്ന് പറയാൻ കേട്ടോ അലീന. അപ്പോൾ വേഗം അത്ര ഞെട്ടലൊന്നും മാമച്ചന് വന്നില്ല, പക്ഷെ മാമച്ചന് ഭയങ്കര അത്ഭുതമായി പോയിട്ട് അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ പറ്റുമേ. അപ്പം ഗ്രേസമ്മേൻ്റെ അടുത്തേക്ക് ഇതിനകം രേവതിക്കുട്ടി ഓടിപ്പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ മാമച്ചനോട് അലീന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ സിറ്റ് ഔട്ടിലേക്ക് വന്നു. അപ്പോഴും ഇവരുടെ സംസാരം തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഗ്രേസമ്മയ്ക്ക് അലീന പറയുന്ന കാര്യങ്ങൾ മാമച്ചനോ രേവതിക്കുട്ടിയോ പറഞ്ഞാൽ പോരാ, അത് അലീനയുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അലീന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലീൻ്റെ ഫോണിൽ ചാർജ് തീർന്നുമായിട്ട് കട്ടായിപ്പോയേ. ശരിക്കും ഗ്രേസമ്മയ്ക്ക് ഭയങ്കര അത്ഭുതവും ഭയങ്കര സന്തോഷം, അവർക്ക് മൂന്നാക്കും അവരുടെ അത്ഭുതവും സന്തോഷവും ഒന്നും അടക്കാനാവുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം ഇവർ തമ്മിൽ പറയാണ്. ഒടുവിൽ അവൾ എത്തേണ്ടടുത്ത് തന്നെ എത്തി. ആ ബാലചന്ദ്രമേനോനെ സമ്മതിക്കണം കേട്ടോ, അവളുടെ സ്വന്തം അച്ഛനെ തെരഞ്ഞു പിടിച്ച് അവിടെ തന്നെ എത്തിച്ചു കൊടുത്തില്ലേ. അങ്ങനെ ഒരാളൊക്കെ ഈ ഭൂമിയിൽ 1010 പേരെ ഉണ്ടാവുള്ളൂ എന്ന് പറയാണേ ഗ്രേസമ്മ
ഗ്രേസമ്മയും മാമച്ചനും എല്ലാവരും കൂടെ. അപ്പോൾ മാമച്ചൻ ഇങ്ങനെ പിന്നെ ഇടം കൈവെള്ളയിൽ ഇങ്ങനെ വലത് കൈ ചുരുട്ടിയിട്ട് ഇങ്ങനെ മൃദുവായി ഇടിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ചിന്താധീനിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുകയാണ്, എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്? അപ്പോൾ ഈ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആർമിയിൽ വെച്ചാണോ അതോ ഇവിടെ എവിടെയെങ്കിലും വെച്ചാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അലീന ആ പേര് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് എവിടെയോ കേട്ടതുപോലൊരു തോന്നൽ എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസമ്മയും അതുപോലെ തന്നെ കേട്ടോ, ശരിയാ എനിക്കും കേട്ടതുപോലെ തോന്നുന്നു. അപ്പം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഓർമ്മയുണ്ട്, പക്ഷെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരാത്ത പോലെ. ഇനിയിപ്പോൾ നമ്മുടെ ക്ലബിൽ വെച്ചെങ്ങാനും ആണോ മാമച്ചായ എന്ന് ചോദിക്കാൻ കേട്ടോ ഗ്രേസമ്മ മാമച്ചനോട്. അപ്പോൾ പറഞ്ഞു, പിന്നെ എൻ്റെ ഗ്രേസമ്മയെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, വഴി തെറ്റിക്കല്ല, എന്തായിട്ടും ക്ലബിലൊന്നും വെച്ചിട്ടല്ല, ഒന്നില്ലെങ്കിൽ ആർമിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയുന്ന ആരോ ആണെന്ന് പറയാൻ കേട്ടോ. പിന്നെ പറഞ്ഞു, കണ്ടിട്ടുണ്ടോ അങ്കിളേന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പം കണ്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഇങ്ങനൊരു പേര് എവിടേക്കോ എപ്പോഴേക്കോ കേട്ടതുപോലെ മെമ്മറിയിലുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇത് ഇത് തന്നെ, ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് മാമച്ചൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി അത്യാകാംക്ഷയിൽ ഇങ്ങനെ നഖം കടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പം നമ്മുടെ വൈജയന്തിയും കൂടെ കടപ്പാട്ടൂർ എത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ ഈ വൈജയന്തിക്ക് ഇങ്ങനെ ഇവരുടെ ഒത്തൊരുമയും കാര്യങ്ങളൊന്നും ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. കുടുംബാന്തരീക്ഷം അലീന ഇല്ലാത്ത വീടാണ്, അത് വൈജയന്തിക്ക് നല്ലോണം അറിയാം. പക്ഷേ എന്നിട്ട് ഭയങ്കര പ്രൗഡാണ് കേട്ടോ വൈജയന്തി. അതായത് അവളെ ഇവിടുന്ന് നാട് കടത്തുന്നതിൽ ഒടുവിൽ താൻ വിജയിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലാണ് വൈജയന്തി ഉള്ളത്. പിന്നെ കുടുംബാന്തരീക്ഷം മൊത്തത്തിൽ വലിയ മോശമൊന്നും ഇല്ല എന്നും വൈജയന്തിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പം വേഗം ഈ പിള്ളേരോട് ഇങ്ങനെ തട്ടിക്കേറുകയാണ് കേട്ടോ. ആ സമയത്ത് പിന്നെ എന്താണ്, തട്ടിക്കയറിക്കൊണ്ട് തന്നെ ഇവള് മൊത്തത്തിൽ വീടൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. വീട് നിരീക്ഷിച്ചപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. എല്ലായിടത്തും വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ബെഡ്റൂമിൽ ചുളിവില്ലാത്ത വൃത്തിയുള്ള ഷീറ്റ്, അലക്കി തേച്ച പില്ലോ കവർ, മൊത്തത്തിൽ അവിടെ മാറിയതുപോലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അലമാരയും മേശയൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. അത് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഭയങ്കര വ്യക്തമായി. അതായത് ബാലേട്ടൻ്റെ ബെഡ്റൂം, അതായത് ബാലചന്ദ്രൻ്റെ ബെഡ്റൂം ഇപ്പോഴും മുകളിൽ തന്നെയാണ്, ഇത് താഴേക്ക് മാറിയിട്ടില്ല എന്ന കാര്യം മനസ്സിലായി. അതായത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല, ഇപ്പോഴും മുകളിൽ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ടാ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ബാലചന്ദ്ര മേനോൻ്റെതായിട്ടുള്ള ഒന്നും ഈ വൈജയന്തിയുടെ ബെഡ്റൂമിൽ കാണുന്നില്ല. അങ്ങനെ വൈജയന്തി ഇങ്ങനെ മൊത്തത്തിൽ വീക്ഷിച്ച് ചുറ്റുവരാന്തയിൽ കൂടെ ഇവിടെ എത്തിയിട്ടോ. കിച്ചണിലെത്തി. മൊത്തത്തിൽ ചുറ്റുവരാന്തയിലൂടെയൊക്കെ മെല്ലെ നോക്കി അകത്ത് കയറി കിച്ചണിലെത്തിയേ. അവിടെ ശരിക്കും കണ്ടത് ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ബബിതയും കൃഷ്ണജിയും കൂടെ ഒരുമിച്ച് തമാശയൊക്കെ പറഞ്ഞ് അടുക്കളപ്പണി ചെയ്യാം കേട്ടോ. കൃഷ്ണജ ഓംലെറ്റ് ഉണ്ടാക്കുന്നു, ബബിത ക്യാരറ്റും ബീട്രൂട്ടും കൊത്തിയരിയുന്നു. അങ്ങനെ രണ്ടുപേരും ചേച്ചി അനിയത്തും തമ്മിൽ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് അവർ അടുക്കളപ്പണികൾ ചെയ്യാണ് കേട്ടോ. അപ്പം ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചോറ് വാർക്കാൻ വെച്ചിരുന്ന നിവർത്തി വെക്കുന്നുണ്ട്, ചോറ് വിളമ്പി വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുകയാണ്. വൈജയന്തി നാക്കെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുശുമ്പും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് സഹോദരിമാരിങ്ങനെ ഒത്തൊരുമയോടെ പണിയെടുക്കുന്ന കണ്ടിട്ട് വൈജയന്തി ഇങ്ങനെ ഭയങ്കര ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം അടുക്കളയാണെങ്കിൽ ഭയങ്കര ക്ലീൻ, അടുക്കളയിൽ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ടില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെച്ചേക്കാണ്. അപ്പം വേഗം വൈജയന്തി പറയാണ്, അപ്പോൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ തനിയെ ചെയ്യാനും അറിയാല്ലേ, വേലക്കാരി ഇല്ലാതെ എന്ന് വൈജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ വേഗം ബബിത പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ അലീന ചേച്ചി പഠിപ്പിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വൈജയന്തിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോയ, അതുവരെ ഉണ്ടായിരുന്ന ഒരു ആശ്ചര്യമുള്ള മുഖമൊക്കെ അങ്ങ് മാറി, മുഖത്തങ്ങ് ദേഷ്യം വന്ന പോലെ അങ്ങ് മങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ വേഗം ബബിത രോഹിയേട്ടാന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വേഗം ബബിത പറഞ്ഞു, ഒന്നിങ്ങോട്ട് പ്ലീസ് വാ രോഹിയേട്ടാ, ഒന്നിങ്ങോട്ട് വാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപാട് രോഹിത് അവിടെ എത്തി. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ പറയാണ്, എൻ്റെ യൂണിഫോം ഒന്ന് തേച്ച് തരുമോ, എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാന്ന് പറയണേ. അപ്പോൾ വേഗം രോഹിത് ഇങ്ങനെ കളിയായിട്ട് പറയാണ്, നിന്റെ ഡ്രസ്സ് തേക്കണമെങ്കിലും സമയം കിട്ടണമെങ്കിലും നീ നേരത്തെ എണീക്കണമായിരുന്നടി എന്ന് അപ്പോൾ വേഗം ബബിത പറയാണ്, ഞാൻ ഇനി എപ്പോഴാ കുളിച്ച് ബാഗൊക്കെ അടുക്കി വെച്ച് ഡ്രസ്സൊക്കെ തേച്ചിട്ട് പോകുന്നത്, അതുകൊണ്ട് എൻ്റെ പൊന്ന് രോഹിയേട്ടനല്ലേ പ്ലീസ് ഒന്ന് എനിക്ക് തേച്ച് തരണം എന്ന് പറയണേ. അപ്പോൾ ആ പ്ലീസിന് കുറച്ചുകൂടെ നീളാകാൻ
എന്തൊരു സോപ്പായി ബബിതേച്ചിയുടെ കൃഷ്ണജ പറയാണ് കേട്ടോ. അപ്പം ബബിത വേഗം നീ പോടിയെന്ന് പറഞ്ഞിട്ട് സ്റ്റൗ കെടുത്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് ഓടിപ്പോയി കേട്ടോ. പിന്നെ വൈജയന്തി നോക്കുമ്പോൾ എന്താ രോഹിത്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മേശമേൽ ഈ ഇലക്ട്രിക് തേപ്പ് വെട്ടിക്കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബബിതയുടെ ഡ്രസ്സ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര അത്ഭുതമായി പോയേ. കാരണം നേരിൽ കണ്ടാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ചേട്ടനും അനിയത്തിയാണ് ഇവർ. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോഴും വൈജയന്തിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. ശരിക്കും കൃഷ്ണജയാണ് ഊണുമേശയിൽ എല്ലാവർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്നത്. അവൾ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടിഫിനൊക്കെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പം വേഗം എന്നിട്ട് പറഞ്ഞു അമ്മ ഇരുന്ന് കഴിച്ചോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ഡ്രസ്സ് മുറിയിലോട്ട് ഓടിയിട്ട്, അതായത് ഒരു വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ കടപ്പാട്ടൂരെ വീട്. അത്രയ്ക്കും നന്നായിട്ടാണ് അവിടുത്തെ മക്കളെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വൈജയന്തി നിൽക്കുകയാണ്. അപ്പോൾ രോഹിത് തേച്ചെടുത്ത യൂണിഫോം ബബിതയുടെ മുറിയിൽ കൊണ്ടുവന്നിട്ടു. അതിട്ടിട്ട് വേണം ഇനി ബബിതയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ കൃഷ്ണജി ആണെങ്കിലും റൂമിൽ പോയിട്ട് യൂണിഫോമൊക്കെ മാറി വന്നു. അവൾ എന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കഴിച്ച് തീർന്നത് അവളുടെ സ്കൂൾ ബസ്സിൻ്റെ ഒച്ച കേട്ടു. അവർ രണ്ടും കൂടെ വേഗം അന്ന് അവൾ സ്കൂൾ ബസ്സിലാണ് പോയത്. അങ്ങനെ സ്കൂൾ ബസ്സിൻ്റെ ഹോൺ കേട്ടിട്ട് വേഗം അങ്ങോട്ട് ഓടി കേട്ടോ. വേഗം ചാടി എഴുന്നേറ്റ് കൈയെല്ലാം തുടച്ചിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി ഓടി. അപ്പോൾ രോഹിയേട്ടാ ബായ്, അമ്മേ ബായ് എന്നെല്ലാം പറഞ്ഞിട്ട് വേഗം തൂക്കിയിട്ട് അവൾ വേഗം ഓടി കേട്ടോ. അപ്പം അവൾ ടിഫിൻ ബോക്സ് എടുക്കാൻ, അവൾ കെട്ടിവെച്ച ടിഫിൻ ബോക്സ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രോഹിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ രോഹിത് വേഗം ടിഫിൻ ബോക്സ് നീ മറന്നില്ലേ എന്ന് പറഞ്ഞ് പുറകെ കൊണ്ടുപോയിട്ട് അത് കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ വേഗം അവനോട് ചോദിക്കുകയാണ് വൈജയന്തി നിനക്ക് പോകണ്ടേന്ന് നോക്കിയാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല അമ്മേ, ഞാൻ സസ്പെൻഷനിലല്ലേ, അതുകൊണ്ട് എനിക്ക് പോകണ്ടെന്നൊരു ചെറുചിരിയോടെ പറയാണ് കേട്ടോ. അങ്ങനെ ബബിതയും ഡ്രസ്സ് മാറിയെത്തി. അവളും ടിഫിൻ ബോക്സ് മേശപ്പുറത്തുനിന്ന് എടുത്തിട്ട് പോയിട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ് നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറഞ്ഞു സമയം പോയി രോഹിയേട്ടാ, എനിക്കിനി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ലേറ്റ് ആവും എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു കഴിക്കാതെ പോകാനോ, അത് പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ബബിത പറഞ്ഞു ലേറ്റ് ആയാൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ ഒക്കെ വഴക്ക് വെക്കണമെന്ന് പറയാണ്. എന്നിട്ട് വേഗം അവൾ പിന്നെ ഡ്രസ്സ് മാറി വന്നിട്ട് ടിഫിൻ എടുത്ത് കഴിഞ്ഞിട്ട് അവൾ മുടി ചീവാൻ വേണ്ടി അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ രോഹിത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റുമായിട്ട് അവളെ സമീപിച്ചിട്ട് പറഞ്ഞു ഇത് തിന്നോണ്ട് വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ കൈ ഒഴിവില്ല, എനിക്ക് കൈ കൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയാണേ ബബിത രോഹിത്തിനോട്. രോഹിത് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓംലെറ്റ് മുറിച്ചിട്ട് അത് ടോസ്റ്റ് ചെയ്തിട്ടുള്ള 2 ബ്രെഡിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അവളുടെ വായിക്ക് നേരെ നീട്ടിയിട്ട് ശരിക്കും അവൾക്ക് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇതെന്താടി ആന വായോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡിൻ്റെ 3/4 പീസോളം അവൾ ഒറ്റയടിക്കാനെ കടിച്ച് തിന്നു കേട്ടോ. എന്നിട്ട് വേഗം പിന്നെ ഓംലെറ്റൊക്കെ വാങ്ങി കഴിച്ചിട്ട് ബായെല്ലാം പറഞ്ഞിട്ട് അമ്മേനോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബായെല്ലാം പറഞ്ഞ് അവൾ ഓടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ എന്തോ ഒരു ഞെട്ടലോടുകൂടെ വൈജയന്തി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്